മുജീബിന് കുറച്ചു ദിവസമായിട്ട് ഭയങ്കര സംശയം തനിക്ക് HIV പോസിറ്റീവാണോ എന്ന്. പടച്ചോനെ, എൻ്റെ ഭാര്യയും പാലുടിക്കുന്ന കുട്ടിയും. അവൻ്റെ മനസ്സിൽ പരിഭ്രാന്തി കൂടി. ഗൂഗിളിൽ HIV ലക്ഷണങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവൻ്റെ ഉറക്കം നഷ്ടമായി. കഴുത്തിൽ ചെറിയ മുഴ പോലെ വരിക, മുഖത്ത് ചുവന്ന പാടുകൾ പ്രത്യക്ഷപ്പെടുക, ഇടവിട്ടുള്ള പനി, കൂടെ വയറിളക്കം, തലവേദന, വിട്ടുമാറാത്ത ചുമ, അങ്ങനെ പലതും ലക്ഷണമായി ഗൂഗിളിൽ കണ്ടു. ഭക്ഷണം പോലും ഇറങ്ങാതെയായി അവന്. അതുവരെ കുട്ടിയെടുത്തിൽ ആളിച്ച് ഉമ്മ വെച്ച് കൊഞ്ചിച്ചിരുന്ന മുജീബിന് സ്വന്തം കുട്ടിയെ കൈകൊണ്ട് തൊടാനോ ഉമ്മ വെക്കാനോ പേടിയായി തുടങ്ങി. ഭാര്യയുമായിട്ട് അകലം പാലിച്ചു. അവൾ കാര്യം തിരക്കിയപ്പോൾ സുഖമില്ല, മൂടില്ലെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അതുവരെ ഈ കാര്യത്തിൽ വല്ലാത്ത ആവേശമായിരുന്ന ഭർത്താവിന്റെ മാറ്റം അവളിൽ സംശയമുണർത്തി. ഇനി പ്രസവം കഴിഞ്ഞപ്പിന്നോട് താല്പര്യം കുറവായതാണോ എന്നവൾ മനസ്സിലോർത്തു. അവൾ മുജീബിനോട് ഈ കാര്യം ചോദിക്കുകയും ചെയ്തു. അവനോരോ മുടന്ന ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ജീവിതം എന്ന് പറയുന്ന സെക്സ് മാത്രമാണോ? എനിക്കൊരു സമാധാനം താ പ്ലീസ്. അതുവരെ കൂടുതൽ ദേഷ്യമൊന്നും കാണിക്കാത്ത മുജീബ് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായി ദേഷ്യപ്പെടാൻ തുടങ്ങി. എപ്പോഴും എന്തോ ആലോചനയിൽ മുഴുകി നടക്കുന്ന മുജീബിനോട് ഭാര്യ വീണ്ടും വീണ്ടും എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ചു. എന്തൊക്കെയോ മറുപടി കൊടുത്താൽ വീണ്ടും ആലോചനയിൽ മുഴുകിയിരിക്കും. ശരിക്കും മുജീബ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഭീകരമായൊരു അവസ്ഥയിലൂടെയായിരുന്നു. ഒന്ന് ചിരിക്കാനോ സംസാരിക്കാനോ പോലും പറ്റാത്ത അവസ്ഥ. മനസ്സ് മുഴുവൻ തനിക്ക് എയ്ഡ്സ് ഉണ്ടോ എന്ന പേടിപ്പെടുത്തുന്ന ചിന്ത മാത്രം. ടെസ്റ്റ് ചെയ്തതറിയാൻ അവന് ധൈര്യം വന്നില്ല. 1-2 പ്രാവശ്യം മെഡിക്കൽ ലാബ് വരെ പോയതാണ്. പക്ഷെ പേടിച്ച് പറിച്ച് തിരിച്ചു പോന്നു. 3 മാസം മുന്നേ ഷോപ്പിലേക്ക് സാധനങ്ങൾ എടുക്കാൻ ബാംഗ്ലൂർ പോയപ്പോഴാണ് കൂട്ടുകാരൻ അവിടെയുള്ളൊരു മസാജ് പാർലറിനെ കുറിച്ച് മുജീബിനോട് പറയുന്നത്. പേര് മസാജ് പാർലർ ആണെങ്കിലും അവിടെ നടക്കുന്ന നല്ല അസല് വ്യഭിചാരമാണ്. ഒരു ദുർബല നിമിഷത്തിൽ മുജീബ് കൂട്ടുകാരൻ്റെ കൂടെ അങ്ങോട്ട് പോയി. അവിടെ വെച്ച് മസാജിനപ്പുറം പലതും നടന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു മുജീബിന് അങ്ങനെ ഒരു അനുഭവം. പെട്ടെന്നുള്ള പ്രലോഭനത്തിൽ മുജീബിന്റെ കയ്യിൽ നിന്നും പോയി. വീട്ടിൽ തിരിച്ചെത്തിയുടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവന്. കുറ്റബോധം ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞതൊക്കെ മറക്കാൻ ശ്രമിച്ച് ഭാര്യയ്ക്കും കുട്ടിക്കുമൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ അവൻ തീരുമാനിച്ചു. ഇനി ഒരിക്കലും അങ്ങനെ ഒരു തെറ്റിലേക്ക് പോകില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. ആയിടക്കാണ് മസാജ് പാർലർ വഴി HIV പടരുന്ന വാർത്തകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് മുജീബിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അന്ന് തുടങ്ങിയതാണ് അവന്റെ മനസ്സിലെ ഭയം. എനിക്ക് HIV ഉണ്ടെങ്കിൽ പടച്ചോനെ, എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടാവില്ലേ? അവളുടെ പാൽ കുടിക്കുന്ന ഞങ്ങളുടെ കുട്ടികളും പകരില്ലേ? ഞാൻ ചെയ്ത തെറ്റ് കാരണം നിരപരാധികളായ പാവങ്ങൾ അനുഭവിക്കില്ലേ? ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങൾ മുജീബിന്റെ സമാധാനവും ഉറക്കവും ഇല്ലാതാക്കി. സ്വന്തം കുഞ്ഞിനെ ഉമ്മ വയ്ക്കാൻ പോലും അവൻ ഭയന്നു. ഒരു പാട്ട് കേൾക്കാനോ സിനിമ കാണാനോ യാത്ര ചെയ്യാനോ എന്ന് വേണ്ട, ഒരു രീതിയിലുള്ള സന്തോഷം അവൻ ആസ്വദിക്കാൻ സാധിച്ചില്ല. ഓരോ ദിവസം കഴിയുന്തോറും മുജീബിന്റെ ഭയം വർദ്ധിച്ചു. ഇന്ന് രാവിലെ കണ്ണാടിയിൽ നോക്കി തന്റെ മുഖത്ത് ചുവന്ന പാടുകളോ തൊണ്ടയിൽ മുഴ പോലെ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നോക്കി അങ്ങനെ നിൽക്കും. ഒരു കൊതുകടിച്ച പാട് കണ്ടാൽ പോലും അവൻ പേടിച്ച് വിറക്കാൻ തുടങ്ങി. ജലദോഷം വന്നാൽ പേടി, പനി വന്നാൽ പേടി, ചുമച്ചാൽ പേടി, തുമ്മിയാൽ പേടി, അങ്ങനെ എല്ലാത്തിനോടും പേടി. പനിയോ ചുമയോ വന്നാൽ അപ്പോൾ ഗൂഗിളിൽ HIV ലക്ഷണങ്ങൾ നോക്കി ഓരോന്ന് ചിന്തിക്കും. ഇതിനിടയിൽ അവനും നന്നായി പനിച്ചു. കൂടെ ചുമയും വയറിളക്കവും വന്നു. അവൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ ശരിക്കും ഒരു മനോരോഗ്യ പോലെ ആയിരുന്നു. ആരോടും മിണ്ടാതെ എന്തൊക്കെയോ പിറുപിറുത്ത് ആലോചിച്ചൊരു വല്ലാത്ത അവസ്ഥ. ഇതിനിടയിൽ കുട്ടിയുടെ കാലിന്റെ നഖം നിറം മാറി അടർന്നു വരുന്നത് ഭാര്യ അവന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അവൻ വേഗം ബാത്റൂമിൽ പോയി മൊബൈൽ എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അവൻ പേടിച്ചതിനെ സംഭവിച്ചു. കാലിലെ നഖം നിറം മാറി അടർന്നു വരുന്നത് HIV പ്രധാന ലക്ഷണമാണ്. പടച്ചോനെ, എൻ്റെ കുട്ടി, ഞാൻ ചെയ്ത തെറ്റിനാ പാവം. സ്വയം ശപിച്ച് അവൻ പൊട്ടിക്കരഞ്ഞു. ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് വീട്ടിലും നാട്ടിലറിഞ്ഞാൽ ആളുകൾ ഒറ്റപ്പെടുത്തില്ലേ, പരിഹസിക്കില്ലേ? എങ്ങനെ ജീവിക്കൂ ഇനി? വീണ്ടും ഒരുപാട് ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അവൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അപ്പം ഈ അവസ്ഥയിലാക്കിയിട്ട് പോയാൽ തൻ്റെ ഭാര്യയ്ക്കും കുട്ടിക്കും ആരാണുള്ളത്? മുജീബ് പൊട്ടിക്കരഞ്ഞു. HIV ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടതെന്നറിയാൻ അവൻ യൂട്യൂബിലൊരു ഡോക്ടറുടെ വീഡിയോ കണ്ടു. അതിൻ്റെ താഴെ കമൻറ്റ് മുഴുവൻ തൻ്റെ അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുടേതാണെന്ന് മുജീബിന് മനസ്സിലായി. ആ വീഡിയോയിൽ ഡോക്ടർ പറഞ്ഞ പ്രധാന കാര്യം ഇങ്ങനെയായിരുന്നു: നിങ്ങൾക്ക് രോഗമുണ്ടോ എന്ന് സ്വയം നിർണ്ണയിക്കരുത്. ആദ്യം ഒരു ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് രക്തം ടെസ്റ്റ് ചെയ്യുക. റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഈ കാലത്ത് അതിന് ചികിത്സകളുണ്ട്. പൂർണ്ണമായ അസുഖം മാറില്ലെങ്കിലും ആരോഗ്യത്തോടെ നിങ്ങളുടെ ആയുസ് തീർന്നവരെ ജീവിക്കാൻ സാധിക്കും. ആദ്യം നിങ്ങൾ രക്തം പരിശോധിച്ച് അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തൂ. അല്ലാതെ ടെസ്റ്റ് ചെയ്യാതെ ഓരോന്ന് ആലോചിച്ച് പേടിച്ച് കിടന്നാൽ വേറെ പല അസുഖവും വന്ന് ജീവിത ഇരുട്ടിലേക്ക് പോകും. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മുജീബ് ഡോക്ടറെ കാണാൻ തീരുമാനിച്ചു. റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ എവിടേക്കെങ്കിലും നാട് വിട്ടുപോകും, അല്ലെങ്കിൽ ആത്മഹത്യ. പിറ്റേ ദിവസം രാവിലെ മുജീബ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ആരും കാണാതെ തന്റെ കുറച്ച് ഡ്രസ്സ് അവൻ കാറിൽ വെച്ചിരുന്നു. ഭാര്യയെയും കുട്ടിയെയും നോക്കി ഒന്നും മിണ്ടാതെ അവൻ കാറിൽ കയറി മുന്നോട്ടെടുത്തു. നെഞ്ച് പിടക്കുന്നുണ്ടായിരുന്നു അവൻ്റെ. ഇനി എൻ്റെ വീട്ടിലേക്ക് ഒരു തിരിച്ചു വരവില്ലേ പടച്ചോനെ? അങ്ങനെ പേടിച്ച് മുജീബ് ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. പൊട്ടിക്കരഞ്ഞാണ് അവൻ പറഞ്ഞു തീർത്ത്. ഡോക്ടർ ഒന്ന് പുഞ്ചിരിച്ചു. കൂളാവും മുജീബ്, ആദ്യം നമുക്ക് രക്തം ഒന്ന് പരിശോധിക്കാം, എന്നിട്ട് റിസൾട്ട് അറിഞ്ഞിട്ട് പോരെ ബാക്കി കാര്യങ്ങളൊക്കെ.
രക്തം പരിശോധിച്ച് റിസൾട്ട് കിട്ടാൻ 1.5 മണിക്കൂർ എടുക്കും. ആ 1.5 മണിക്കൂർ അവൻ അനുഭവിച്ച മാനസിക സംഘർഷം അത് എത്ര വിവരിച്ചാലും മതിയാവില്ല. ഫോണെടുത്ത് ഉപ്പയുടെയും ഉമ്മയുടെയും ഭാര്യയുടെയും കുട്ടിയുടെയും പിന്നെ തൻ്റെ സഹോദരങ്ങളുടെയൊക്കെ ഫോട്ടോ നോക്കി അവൻ പൊട്ടിക്കരഞ്ഞു. ഇനി അവരെയൊക്കെ കാണാൻ പറ്റുമോ തനിക്ക്? 1.5 മണിക്കൂർ ഒരു യുഗം പോലെ തോന്നി അവന്. വാച്ചിൽ നോക്കിയിട്ട് സമയം പോവാത്ത പോലെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്തൊക്കെയാ ആലോചിച്ചു. റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഒന്നും ആലോചിക്കാതെ എങ്ങോട്ടെങ്കിലും പോകണം. ഡോക്ടറെയൊന്നും പിന്നെ കാണണ്ട. പടച്ചോന് റിസൾട്ട് എങ്ങാനും പോസിറ്റീവായ എൻ്റെ വീട്ടിലെ അവസ്ഥ, അവരോട് ഞാൻ എന്ത് സമാധാനം പറയും? വീണ്ടും മാനസിക സമ്മർദ്ദത്തിലൂടെ അവൻ്റെ മനസ്സും ശരീരവും കടന്നുപോയി. ഹൃദയം പടപടാന്നിടിച്ചു. കണ്ണുകൾ നിറഞ്ഞു. നന്നായി വീർത്ത് തൊണ്ടയിലൂടെ ഉമിനീർ ഇറക്കാൻ പറ്റാത്ത അവസ്ഥ. മുജീബ്! ലാബിൽ നിന്ന് നഴ്സ് തന്റെ പേര് വിളിച്ചപ്പോൾ ഭയന്ന് വിറച്ച് അവൻ അങ്ങോട്ട് നടന്നു. റിസൾട്ട് കയ്യിൽ വാങ്ങി പുറത്തേക്ക് ഓടി. ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് പോയി നിന്ന് പതുക്കെ റിസൾട്ട് തുറന്ന് വിരൽ കൊണ്ട് മറിച്ച് ഓരോ അക്ഷരങ്ങളും എല്ലാം വായിച്ചു. റിസൾട്ട് നെഗറ്റീവ്. അത് കണ്ടൊന്ന് തുള്ളിച്ചാടാൻ തോന്നി മുജീബിന്. അവൻ സന്തോഷം കൊണ്ട് എന്തൊക്കെയോ പിറുവിറുത്തു. പൊട്ടിക്കരഞ്ഞു. അവന് ഉച്ചത്തിൽ അലറി വിളിക്കാൻ തോന്നി. കണ്ണൊക്കെ തുടച്ച് നേരെ ഡോക്ടറെ അടുത്തേക്ക് പോയി. അവന്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ ഡോക്ടർ ഒന്ന് പുഞ്ചിരിച്ചു. മുജീബേ, നമുക്ക് എന്തെങ്കിലും അസുഖമുണ്ടെന്ന് സംശയം തോന്നിയാൽ നേരെ ഡോക്ടറെ അടുത്തേക്ക് വരിക. എന്നിട്ട് ടെസ്റ്റൊക്കെ നടത്തി അങ്ങനെ അസുഖം വല്ലതും ഉണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി ചെയ്യുക. അല്ലാതെ യൂട്യൂബിലും ഗൂഗിളിലും നോക്കി അസുഖം കണ്ടുപിടിക്കാൻ നിന്നാലേ ഇല്ലാത്ത പല അസുഖങ്ങളും ഉണ്ടാവും. അതിൽ 100 പ്രാവശ്യം സെർച്ച് ചെയ്യുമ്പോൾ 100 റിസൾട്ടാവും കിട്ടുക. മനസ്സിലായാലോ അല്ലേ? ഒന്നിരുത്തിയിട്ട് ഡോക്ടർ അവനെ നോക്കി. ജസ്റ്റ് ഒരു പനി വന്നാൽ വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. ആ പനിയുടെ കാരണം നമ്മൾ ചിന്തിക്കാത്ത പല മാരക അസുഖങ്ങളായിട്ട് കണക്ട് ചെയ്യും അതിൽ. അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള പരിപാടിക്കൊന്നും നിൽക്കണ്ട, കേട്ടല്ലോ? പിന്നെ തൻ്റെ കുഞ്ഞിന് നഖം പോയതൊക്കെ സാധാരണ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നതാ. മണ്ണിൽ കടിച്ചതിൻ്റെ അലർജിയോ മറ്റോ ആവും. നല്ലൊരു ഡോക്ടറെ കാണിച്ചാൽ മതി. നിറഞ്ഞ സന്തോഷത്തോടെ മുജീബ് അവിടെ നിന്ന് ഇറങ്ങി. പുതിയൊരു ജീവിതം കിട്ടിയ പോലെ തോന്നി അവന്. ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഇത്രയും ദിവസം താൻ അനുഭവിച്ച മാനസിക സംഘർഷവും പേടിയും തന്നെയാണ് താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എന്നവൻ തിരിച്ചറിഞ്ഞു. വീടെത്തുന്നവർ അവൻ്റെ മനസ്സിൽ ഒരൊറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ. കുറേ നേരം ഭാര്യയെ കെട്ടിപ്പിടിച്ച് നിൽക്കണം. തൻ്റെ കുഞ്ഞിന് കുറേ ഉമ്മ വെക്കണം. നന്നായി ഒന്ന് കിടന്നുറങ്ങണം.